Audio dedication from Asianet. സർവം ചിരിമയം. വോയിസ് ഓഫ് ഖത്തറിൽ ഇനി സർവം ചിരിമയമാണ്. സർവം ചിരിമയത്തിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിയാസ് ഇ കുട്ടി. സർവം ചിരിമയത്തിലെ ഇന്നത്തെ കലാകാരൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവാസിയായി ജീവിക്കുകയും തന്നിലെ കലാകാരനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കരീമിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സ്നേഹപൂർവ്വം. കരീം, നമസ്കാരം, സ്വാഗതം. നമസ്കാരം നിയാസ്. കരീം നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ താഴേക്കോട്, പെരിന്തൽമണ്ണക്കടുത്ത്. പെരിന്തൽമണ്ണയിൽ താഴേക്കോട്. എനിക്ക് തോന്നുന്നു കരീം താഴേക്കോട് എന്നായിരിക്കും അറിയപ്പെടുന്നതല്ലേ? അങ്ങനെയാണ് ഞാൻ സാധാരണ അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് സ്വന്തം നാടിനോടുള്ള ഒരു വലിയ സമർപ്പണം തന്നെയാണ്. തീർച്ചയായും നമ്മുടെ പേരിനോടൊപ്പം നമ്മുടെ നാട്ടുപേരും കൂടെ ചേർത്ത് മറ്റു ആളുകൾ അറിയുമ്പോൾ നമ്മളെ പോലെ നമ്മുടെ നാടും അറിയുകയാണ്. അതെ, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രവാസ ജീവിതത്തിനിടയിലും എത്ര ധൃതി പിടിച്ച എത്ര ബിസി ആയിട്ടുള്ള ജീവിതത്തിനടക്കം നമ്മുടെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് അതിനോട് വല്ലാത്തൊരു താല്പര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള താല്പര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഏഷ്യാനെറ്റ് റേഡിയോ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കരീം എത്തിയിരിക്കുന്നത്. ഇനി കരീമിന്റെ ആ കലാകാരനിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ വോയിസ് ഓഫ് ഖത്തർ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ ആക്ച്വലി കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ മിമിക്രി പരിപാടികളും അതേപോലെ കലാപരമായിട്ടുള്ള ഗാനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഞാൻ. അപ്പൊ എന്നാലും ഇവിടെ ഇപ്പൊ ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പരിശ്രമം എന്തായാലും നമുക്ക് ഏഷ്യൻ റേഡിയോയുടെ ഒരു ചാൻസ് ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. അപ്പോ അതും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പരിശ്രമം, അത് നമ്മുടെ സ്വന്തം പ്രവാസ സമൂഹം അവരാണിത് കേൾക്കുന്നത്. എന്ത് കുറവുണ്ടെങ്കിലും അവർക്ക് ക്ഷമിക്കാൻ കഴിയും എന്നുള്ളൊക്കെ ഒരു വിശ്വാസത്തോടു കൂടി എന്തായാലും മോശമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും തുടങ്ങാം. എങ്ങനെയാണ്? അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ എക്കോയിലൂടെ നമ്മള് പാട്ടുകളും മറ്റേ ഇതൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ എക്കോ എന്ന സിസ്റ്റത്തിൽ, അതായത് സിസ്റ്റം ഇല്ലാതെ എക്കോ സിസ്റ്റം ഇല്ലാതെ വായ കൊണ്ട് മാത്രം എക്കോ ഇട്ടിട്ട് ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതായത് ആ സംവിധാനമില്ലാതെ എക്കോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിശദീകരണം വേണ്ട. നമ്മളിപ്പം ഹലോ എന്ന് പറയുമ്പോൾ അതിന്റെ പല വ്യത്യസ്ത ശബ്ദങ്ങൾ ഹലോ 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 അങ്ങനെ പോകുന്ന എക്കോ സംവിധാനം അതിന്റെ ആ സിസ്റ്റം ഇല്ലാതെ സ്വന്തം ഖണ്ഡനാളങ്ങൾ കൊണ്ട് അനുകരിക്കാൻ പോവുകയാണ്. ഓക്കെ, തുടങ്ങാം. ഒരു ദേശഭക്തി ഗാനം, അതായത് സാരെ ജാം സച്ച എന്നുള്ള ഗാനം ഉണ്ടല്ലോ. അപ്പൊ അത് ഇതില് നമ്മള് ഈ എക്കോയിലൂടെ കേൾക്കുമ്പോ എങ്ങനെ ഉണ്ടാവുന്നു? അത് രണ്ടുപേരി. ഇന്ന് മലയാളത്തിലൊരു ഗാനം കേൾക്കുമ്പോഴാണ് മലയാളത്തിലെ നമ്മൾ അല്ലിയാമ്പൽ കടവില നരക്കുകൾ എന്നുള്ള ഗാനം ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ ഇതേ സിസ്റ്റത്തിലൂടെ കേൾക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നില്ല? എക്കോ സിസ്റ്റത്തിലൂടെ കരീം അത് അനുകരിക്കുകയാണ്. തുടങ്ങാം. വെള്ളം ഒന്നാമായി തുടങ്ങിൽ കൊതും വള്ളം. രണ്ടുപേരി തീർന്നു. ഇത് അത് രണ്ടുപേരെ കൂടുതൽ എനിക്കറിയില്ല അതിന്റെ വരികൾ. അതുകൊണ്ട് ഇത്രയും അങ്ങനെ ഒരു അനുകരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പാട്ടുകൂടെ ഒന്ന് പഠിക്കാൻ ശ്രമം നടത്തുക. തീർച്ചയായിട്ടും ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒപ്പം സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഞെട്ടിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവാണ് കരീമിനുള്ളത് കേട്ടോ. അതായത് എക്കോ സംവിധാനമില്ലാതെ സ്വന്തം ശബ്ദം കൊണ്ട് ഖണ്ഡനാളങ്ങൾ കൊണ്ട് അതെ, ഈ ഒരൊറ്റ നമ്പർ ഇട്ടായിരുന്നു പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മത്സരിക്കുന്ന സമയത്ത് ഈ നമ്പർ ഇട്ടായിരുന്നു വോട്ട് പിടിച്ചിരുന്നത്. തീർച്ചയായിട്ടും കഴിവിനപ്പുറം ഒരു വലിയ പരിശ്രമമാണ് അത്. പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സർവം ചിരിമയത്തിലൂടെ? ഇനി ഞാൻ കുറച്ച് സിംഗേഴ്സിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സിംഗേഴ്സിന് എക്കോ ഉണ്ടോ അതോ നോർമലാണോ? ഇതല്ല, അത് നോർമലായിട്ട് സിംഗേഴ്സിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഒരു വെറൈറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ നമ്മുടെ
കുമാർ സാനു പ്രശസ്തമായ ഗായകൻ കുമാർ സാനുവിന്റെ സൗണ്ട് അനുകരിക്കാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ. ദോ ദിൽ മിൽ രഹി ഹൈ മഗർ ചുപകെ ദോ ദിൽ मिल रही है मगर चुपके सबको वो रही है, सबको वो रही है खबर चुपके दो दिन मिल रही है मगर ചുപകെ കരീം, വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു പാട്ട് എക്കോയിലൂടെ കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ ഒരു ഷോ നടത്തോ? ഇത് എക്കോയിലൂടെ എന്ന് പറയുമ്പോ അത് കുറച്ച് ടഫാണ്. വളരെ സ്ലോ ഗാനങ്ങൾ പെട്ടെന്നായിട്ട് നമുക്ക് പറ്റും. അതെ, സ്ലോ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ അത് ഓരോ അക്ഷരങ്ങൾ അങ്ങനെ ശ്രമിക്കേണ്ടി വരും. ഓക്കെ, വെരി ഗുഡ് കരീം. ഇനി ആരാണ്? ഇനി ഇളയരാജയുടെ ഒരു സോങ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. രണ്ടുപേര് പാടാം. അത് ഇളയരാജയുടെ സൗണ്ട് ഇതിൽ അനുകരിക്കാൻ ശ്രമിക്കാം. ഇളയരാജയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട്. ഓക്കെ. മലവെള്ളിക്കിളമായിലെ അമ്മാവും വാസലിലെ പാട്ടെടുത്തേൻ ഉന്തൻ പെരുമി ചൊല്ല ഒന്നപ്പൂ തൊടുത്തേൻ പൂവാടിക്കൊള്ള വാടിയമ്മ വാഴ്ത്തിടത്താനേ ഗാന്ധാറിയമ്മ ഉന്മകന്നാനേ നല്ലവെള്ളിക്കിളമായിലെ അമ്മാവും വാസലിലെ പാട്ടെടുത്തേൻ ഉന്തൻ പെരുമി ചൊല്ല. കരീം, നന്നായിരുന്നു. ഇളയരാജയുടെ ശബ്ദം അതുപോലെ അനുകരിക്കാൻ ശ്രമം നടത്തി വിജയിച്ചിരിക്കുകയാണ്. വളരെ നന്നായിരുന്നു. ഇനി ആരാണ്? ഇനി ഇത് ഏകദേശം ഇത് തന്നുള്ള സൗണ്ട് കൈലാഷ് കെയർ ഉണ്ടല്ലോ, ഖുദാസെ എന്ന് പാടിയ ഖുദാസെ മന്നത്ത് പാടിയ കൈലാഷ് കെയർ. खुदा से मन्नत है तेरी लौटा दे जन्नत है मेरी, खुदा से मन्नत है मेरी लौटा दे जन्नत है तेरी, वो अमन वो चमन का नजारा, वो अमन वो चमन का नजारा, वो खुदाया लौटा दे कश्मीर दोबारा. ഓക്കെ കരീം, വളരെ നന്നായിട്ടുണ്ട്. കൈലാഷ് ഖാർ. ഇനി എന്തൊക്കെയാണ് ഒരുപാട് ഇതുപോലെ വ്യത്യസ്തമായ സംഭവങ്ങൾ കരീമിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. സർവം സിനിമയത്തിൽ ഒരു ചെറിയ ബ്രേക്ക്. സർവം ചിരിമയം. Watch Corner Doha presents Voice of Qatar, brought to you by Marzouk Al Shamlan and Sons, Doha, Qatar. Powered by Retouch Ameri Qatar. ഇനി താരനും അകാലനരയ്ക്കും മുടികൊഴിച്ചിലിനും വിട. Retouch Ameri Qatar. ഹോളിഡേ വിത്ത് ശ്യാമ. ഈ ഒഴിവ് ദിനത്തിലെ ഏഷ്യാനെറ്റ് റേഡിയോ പരിപാടികൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ശ്യാമ, പൾസ് ഓഫ് ലൈഫ്. ഖത്തർ നിവാസികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലി ഫുഡ് സെന്ററിൽ 3 നിസാൻ പെട്രോൾ സമ്മാനമായി ലഭിക്കുന്ന പുതിയ പ്രൊമോഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫാമിലി ഫുഡ് സെന്ററിന്റെ അൽ നാസർ എയർപോർട്ട് റോഡ് അൽ റയാൻ ബ്രാഞ്ചുകളിൽ നിന്നും ഓരോ 50 റിയാൽ പർച്ചേസിനും ലഭിക്കുന്ന റാഫിൽ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു 3 നിസാൻ പെട്രോൾ. വേഗമാവട്ടെ, ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 24 വരെ മാത്രം. ഫാമിലി ഫുഡ് സെന്റർ അൽ നാസർ എയർപോർട്ട് റോഡ് ആൻഡ് അൽ റയാൻ, ദോഹ, ഖത്തർ. ഫാമിലി ഫുഡ് സെന്റർ, ഫ്രഷ്നസ് ഗ്യാരണ്ടീഡ്.
ഖത്തറിലെ മൈദറിൽ ഇനി ആഘോഷത്തിന്റെ 10 നാൾ. മൈദറിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ഖത്തർ ബിഗ് മാർട്ടിന്റെ 2ാം പെരുന്നാൾ ആഘോഷങ്ങൾ ജൂൺ 13 മുതൽ 22 വരെ. ആഘോഷ നാളുകളിൽ കമ്പ്യൂട്ടർ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്തതെല്ലാം തികച്ചും സൗജന്യം. കൂടാതെ സ്വർണ്ണ നാണയങ്ങളും അതിശയിപ്പിക്കുന്ന സമ്മാനങ്ങളും. റോഡ് ഷോ, ഫ്രീ ഫുഡ് സാമ്പിളിംഗ്, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് തുടങ്ങിയവയും. ജൂൺ 18 മെഗാ റാപ്പിൾ ഷോ ഫോർ ടൊയോട്ട പ്രാഡോ. ജൂൺ 20 കേക്ക് കട്ടിംഗ് സെറിമണി. ഖത്തർ ബിഗ് മാർട്ട്, ന്യൂ മൈദർ, ദോഹ, ഖത്തർ. അസുഖമൊക്കെ ഭേദമായി. പിന്നെ വൈദ്യരെ, വൈഫിന്റെയും കുട്ടികളുടെയും മുടിയുടെ കാര്യം ഒരുവിധപ്പെട്ടതൊക്കെ ഉപയോഗിച്ച് നോക്കി. അല്ല ഒരു കാര്യം ചെയ്യാ, അമേരിക്കറ്റാർ തൈലം അത് തന്നെ പച്ചത്തേങ്ങയുടെ വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്തെടുത്ത പരിശുദ്ധമായ ആയുർവേദ തൈലം റിതാജ് അമേരിക്കറ്റാർ. ഇത് അമേരിക്കറ്റാർ സംരക്ഷണം നൽകും മുടിയഴക്. വോയിസ് ഓഫ് ഖത്തറിലൂടെ ഖത്തറിലെ പ്രിയ ശ്രോതാക്കൾക്ക് ഇതാ ഒരു സ്നേഹ സമ്മാനം. ദോഹ ഖത്തറിലെ അൽ ഹെക്മ മെഡിക്കൽ കോംപ്ലക്സ് വോയിസ് ഓഫ് ഖത്തറിലൂടെ ഓരോ വെള്ളി ശനി ദിവസങ്ങളിലും 3 പേർക്ക് വീതം ഡോക്ടർ കൺസൾട്ടിംഗ് കാർഡ് സമ്മാനമായി നൽകുന്നു. ഈ കാർഡ് ഉപയോഗിച്ച് Voice of Qatar, an audio dedication from Asianet. സർവം ചിരിമയം. ഏഷ്യാനെറ്റ് റേഡിയോ 657 AM വോയിസ് ഓഫ് ഖത്തർ സർവം സിനിമയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവം സിനിമയത്തിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നിയാസ് പി കുട്ടി. ഒപ്പം ഇന്നത്തെ നമ്മുടെ കലാകാരൻ കരീമിനെയും സ്വാഗതം ചെയ്യുകയാണ്. കരീം, സ്വാഗതം. പാട്ടുകളും അനുകരണവും എല്ലാം കഴിഞ്ഞു. ഇനി എന്തിലേക്കാണ് പോകുന്നത്? വേറെ കെ എസ് ജോർജിന്റെ ശബ്ദം ഒന്ന് അറിയിക്കാൻ ശ്രമിക്കാം. കെ എസ് ജോർജ് എന്ന ഗായകൻ. ആ ഗായകന്റെ മരണവും വാതിൽക്കലൊരു മഞ്ചളുമായി വന്നു നിൽക്കുമ്പോൾ, മരണവും വാതിൽക്കലൊരു മഞ്ചളുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടി തൻ കൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ, തലയ്ക്കു നീരേ ശൂന്യാകാശം താഴെ മരുഭൂമി. കരീം ഒരു നല്ല ശ്രമം നടത്തി. അവസാനം ആ താളം നമുക്ക് ചെറിയ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു. അത് നോ പ്രോബ്ലം. പിന്നെ ഒരു ഗായകന്റെ കൂടെ ഒന്ന് അനുകരിക്കാം, ശ്രീറാം. നമ്മുടെ കാറ്റേ കാറ്റേ പാടിയ ശ്രീറാം. കാറ്റേ കാറ്റേ നീ പൂങ്കാമരത്തിൽ കാറ്റും മൂളി വന്നോ, ഞാലി പൂങ്കതളി വാഴ കയ്യിൽ ആകെ തെന്നിറഞ്ഞോ, ആകെ തെന്നിറഞ്ഞോ, കാറ്റേ കാറ്റേ. കുറച്ച് ശ്രമിച്ചതാണ്. നല്ല ശ്രമമാണ്. ഓക്കെ, ഇനി എന്തിലേക്കാണ് കരീം നമ്മളെ കൂട്ടി? ഇവരുടെ ആക്ടേഴ്സിനെ അനുകരിക്കാൻ ശ്രമിക്കാം. ഇനി സിനിമ താരങ്ങളാണ്. ആദ്യമാരാണ്? ആദ്യം അമിതാഭ് ബച്ചന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാനേ. ഓ, അമിതാഭ് ബച്ചൻ, ബിഗ് ബി. हिंदुस्तान, अस्सलाम वालेकुम. मेरा नाम बादशाह खान है. ऐश मेरा मोहब्बत जिसके लिए मदीना सहरा मदन की कक्षा में, उसी मोहब्बत के लिए खामोश का ये पठान जमीन हिंदुस्तान से मोहब्बत का खाए बने आया. നന്നായിട്ടുണ്ട് കരീം. അമിതാഭ് ബച്ചൻ. ഇനി ആരാണ്? अक्षय कुमार ने चल गया. अक्षय कुमार. पूजा जिंदगी की तरह होता है तो जिसकी हर मुनासब नहीं होता, हर रास्ते पर खुशी नहीं मिलती, पर जब हम जिंदगी के साथ नहीं जुड़ते तो हम प्यार करने कब छोड़े. पूजा ഏറ്റവും മികച്ചത് ഇതായിരുന്നു. ഹിന്ദി നടന്മാരിൽ എനിക്കൊന്ന് അക്ഷയ് കുമാർ തന്നെയാണ് അനുകരണത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്. വെരി ഗുഡ്. ഇനി ആരാണ്? ഇനി ഞാൻ നമ്മുടെ മലയാള നടന്മാരെ കുറിച്ച് അനുകരിക്കാൻ ശ്രമിക്കാം. ജനാർദ്ദനെ. ജനാർദ്ദന്റെ പഴയ സൗണ്ടും പുതിയ സൗണ്ടും ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. അപ്പൊ ജനാർദ്ദന്റെ പഴയ സൗണ്ട്.
ഹലോ തോമാച്ചനല്ലേ? ഇത് അവസരപ്പിച്ചനാണ്. ആ സിബിഐക്കാരെ കൊണ്ട് തോറ്റു. പന്തം വിളിച്ച് പത്താമത്ത് ചെന്നപ്പോ പത്തം തോത്തിപ്പട എന്ന് പറഞ്ഞപ്പോൾ ആരോടോ എനിക്കാണ് വയ്യ, നിൽക്കാണ് വയ്യ. ആ കാലങ്ങോട്ട് വരിക. ആ ഇത് പഴയ സൗണ്ട്. ഇനി പുതിയത്. ഓ നീ തങ്കപ്പനല്ലടാ, നീ പൊന്നപ്പനാ, നീയാണ് പൊന്നപ്പൻ. ആ രീതിയില്. ഓക്കെ, വെരി ഗുഡ്. കെ മാണി രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകാം. ഏറ്റവും കൂടുതൽ തവണ ധനകാര്യമന്ത്രിയായിട്ടിരുന്ന കെ എം മാണി സാർ. അത് പറയുമ്പോ ഇക്കൊല്ലം ബജറ്റിൽ 5 കോടി രൂപ മാറ്റിവെച്ചു. നിയമത്തിൽ പാസാക്കിയ ഒരു കാര്യമാ. കേരളത്തിന്റെ അഖണ്ഡത പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ആർക്കും താഴാൻ കഴിയില്ല. അതാണ്. അപ്പോ ഈ ശബ്ദം ഏകദേശം അതുപോലെ തന്നെ അനുകരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ആ ശൈലി ഉണ്ടല്ലോ, ഇപ്പൊ കരീമിന്റെ ആ ഒരു നാട്ടിലെ ശൈലി കടന്നു വരുന്നത് കൊണ്ട് അദ്ദേഹം പാലക്കാരനാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ചെറിയ ശ്രദ്ധയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കച്ചിവിറ്റ പരിപാടിയാവണ്ടേ. അതായത് ആ ശൈലിയോടെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കരീമിന് നല്ല രീതിയിൽ അത് കയ്യടി മേടിക്കാൻ പറ്റും. ഇനി ആരാണ്? ഏതായാലും മാണി അനുകരിച്ച സ്ഥിതിക്ക്, നമ്മുടെ മണിസാറിന്റെ അനുകരിച്ച സ്ഥിതിക്ക് കുഞ്ഞാലിക്കുട്ടി എന്ന് അനുകരിക്കാൻ ശ്രമിച്ചാലോ? കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഞങ്ങളുടെ പാർട്ടിയുടെ അച്ചടക്കം കണ്ടിട്ട് ഒരുപാട് അസൂയക്കാരുണ്ട്. അസൂയക്കാര് പല തരാണ്, ഒന്നും രണ്ടും അല്ല. ഒരു രഹസ്യവും പാർട്ടി യോഗത്തിൻ്റെത് പുറത്തറിയൂല. ഞങ്ങൾ അറിയണമെന്ന് വിചാരിച്ചതേ അറിയാൻ പറ്റൂ. കൊള്ളാം. കരീം, ഇനി ആരാണ്? ഇനി നസീറിനെ ഒന്ന് അനുകരിച്ചേക്കാം. പ്രൈം മിനിസ്റ്റർ നസീർ. അമ്മിണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അങ്ങനെയല്ല, ഇങ്ങനെ അമ്മിണിക്കുട്ടിക്ക് എന്നോട് പിണക്കമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ചിരിച്ചേ. അങ്ങനെയല്ല, ഇങ്ങനെ. കരീം നല്ലൊരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ ഇവിടെ ഇതിപ്പോ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ അനുകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഭാഷണമാണ്. ആ സംഭാഷണങ്ങളൊക്കെ മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് ആ സിനിമ അദ്ദേഹം നൽകുന്ന ആ ഒരു ശൈലിയും ചില പ്രത്യേക സംഭാഷണങ്ങളും ഒക്കെ ഉണ്ട്. അത് അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ മികവുറ്റതാകും. ഇനി ഏതാണ്? ഇനി ജയന്റെ ഒരു അറിയാത്തോ, ജയന്റെ ഒരു ശബ്ദത്തോടുകൂടി നിർത്താം. ആക്ഷൻ ഹീറോ. ഒരു ജയന്റെ ചെറിയ ഡയലോഗ് വരും. ഹെലികോപ്റ്ററിൽ നിന്ന് വീണത് പാറപ്പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു. വെള്ളത്തിലായിരുന്നെങ്കിൽ നനഞ്ഞു കുതിർന്നേനെ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ്? ഇനി അടൂർ ഭവാനിയുടെ ഒരു ശബ്ദം ഒന്ന് അനുകരിക്കാം. അടൂർ ഭവാനി. ഏതോ ഒരുത്തൻ തേക്കോട്ട് കാണിച്ചപ്പോ തന്നെ കടലായെന്ന് വിളിച്ച പെങ്ങളെ തന്മയില്ലാത്തവളെന്ന് വിളിച്ചത് തറത്തിൽ മണ്ണാടിയാറുടെ മകളല്ല എന്ന് പറഞ്ഞ എന്തുതയും പറയടാ. ഓക്കെ, കരീം, ഇനി എന്താണ്? ഇനി പള്ളികളിൽ നിന്നൊക്കെ പിന്നെ ഇങ്ങനെ കേൾക്കുമല്ലോ നമ്മൾ, പ്രാർത്ഥന കേൾക്കും. അപ്പോൾ എക്കോ ഒന്നുകൂടി എഫക്റ്റായി തോന്നാൻ അത് ആ കേൾക്കുന്ന രീതി, നമ്മുടെ പള്ളികളിൽ നിന്ന് ആ എക്കോയിലൂടെ ഇങ്ങനെ കേൾക്കുന്ന ആ രീതി, അത് എങ്ങനെയാണ്, അതൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അത്രേ ഉള്ളൂ. ഇപ്പോ ഏകദേശം തീർന്നു, അവസാനിച്ചു അല്ലേ? ഓക്കെ. എന്തായാലും ഇതുവരെ
നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ശ്രമം കരീം നടത്തുകയുണ്ടായി. അത്രേ ഉള്ളൂ, ശ്രമം. കരീമിന്റെ ശ്രമം എന്ന് പറയുമ്പോൾ പല അനുകരണങ്ങളും വളരെ മികവുറ്റതായിരുന്നു കേട്ടോ, അതെടുത്ത് പറയേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പറയുന്നത് ആദ്യം ചെയ്ത ആ ഒരു എക്കോ പാട്ട്, അത് പറയാൻ വളരെ മികച്ചതായിരുന്നു. തീർച്ചയായിട്ടും ഇനി ഏറെ അവസരങ്ങൾ ഉണ്ടാകട്ടെ, ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കരീമിന് സാധിക്കട്ടെ. വളരെ സന്തോഷം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു അവസരം ഏഷ്യാനെറ്റ് റേഡിയോ എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിതൊരു പെട്ടെന്നുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ്. എന്തായാലും തുടർന്നും ഇനിയും എനിക്കിങ്ങനെ അവസരം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഏഷ്യാനെറ്റ് റേഡിയോയിൽ നിന്ന്. തീർച്ചയായും. അപ്പോൾ ഞാൻ ഒന്നുകൂടി നന്നാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നന്ദി. വോയിസ് ഓഫ് ഖത്തറിലൂടെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് സർവം സിനിമയുമാണ്. സർവം സിനിമയിലൂടെ ഒരു മികച്ച കലാകാരനായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കരീം താഴക്കുടം. വീണ്ടും ഇതുപോലെ ഒരു കലാകാരനുമായിട്ട് ഞാൻ സർവം സിനിമയത്തിലെത്തും. നിങ്ങളിലെ കലാകാരനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. ഖത്തറിലുള്ള സുഹൃത്തുക്കൾ 92317 എന്ന നമ്പറിലേക്കും UAയിലുള്ള സുഹൃത്തുക്കൾ 6366 എന്ന നമ്പറിലേക്കും അഭിപ്രായം അറിയിക്കുക. കലാകാരികൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ ഏഷ്യാനെറ്റ് റേഡിയോ മീ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാവുന്നതാണ്. വീണ്ടും സർവം സിനിമയത്തിലൂടെ മറ്റൊരു കലാകാരനുമായി തിരികെ എത്താമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം സർവം സിനിമയത്തിൽ നിന്നും യാത്രയാകുന്നു നിയാസ് ഈ കുട്ടി.